ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നും മുൻവർഷം ചോദിച്ചിട്ടുള്ള റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നീ പോർഷൻസ് നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ റെസിസ്റ്റർ വിത്ത് എ കളർ ബാൻഡ് സീക്വൻസ് യെല്ലോ, വയലറ്റ്, ഗ്രീൻ ആൻഡ് ഗോൾഡ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്ററിന്റെ കളർ കോഡിനെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം റെസിസ്റ്ററിന്റെ കളർ കോഡ് എങ്ങനെയാ പറയുന്നതെന്ന് നോക്കാം. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതിന് എന്താണ് ഒരു കോഡ് ഉണ്ട്. എന്താണ് കോഡ്? BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. ഓക്കെ, റോയ് ഗ്രേറ്റ്, അതൊന്ന് ആദ്യം എഴുതി നോക്കാം. ഏതൊക്കെ ലെറ്റേഴ്സാ വരുന്നതെന്ന് വെച്ചാൽ ഈ BB R G B V G W ഇത്രയാണ് വരിക. ഇതിനനുസരിച്ച് നമ്മൾ കളർ കോഡ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ബ്ലാക്ക്, ബ്രൗൺ, ദെൻ റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. അത് കഴിഞ്ഞ് ഗോൾഡ്, സിൽവർ, നോ കളർ. ഓക്കെ, ഇവിടെ നമ്മൾ ഈ കോഡിൽ പറയുന്നത് ഇത്ര വരെ പറയുന്നുള്ളൂ, വൈറ്റ് വരെ പറയുന്നുള്ളൂ. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. ഓക്കെ, അതിൽ നമുക്ക് ഓരോ ബാൻഡ്, അതായത് റെസിസ്റ്ററിന്റെ കളർ കോഡിംഗ് സിസ്റ്റം 4 ബാൻഡ് ഉണ്ടാവാം, 5 ബാൻഡ് ഉണ്ടാവാം, 6 ബാൻഡ് ഉണ്ടാവാം. അതായത് 4 ബാൻഡ് കളർ കോഡിംഗ് ഉണ്ട്, 5 ബാൻഡ് കളർ കോഡിംഗ് ഉണ്ട്, 6 ബാൻഡ് കളർ കോഡിംഗ് ഉണ്ട്. അതിൽ എന്താണ് ഡിഫറൻസ് എന്ന് ഞാൻ പറയാം. അതിൽ ആദ്യം നമുക്കിപ്പോ എന്തൊക്കെയാണ് കളേഴ്സ് എന്ന് നോക്കി. അതിൽ ഫസ്റ്റ് ഡിജിറ്റ് 4 ബാൻഡ് കളറിംഗ് സിസ്റ്റം ആണ് നമ്മൾ കോമൺലി കണ്ടുവരുന്നത്. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതും 4 ബാൻഡ്സ് ആണ്. 4 ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ 4 കളർ തന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് നോക്കാമല്ലോ, യെല്ലോ, വയലറ്റ്, ഗ്രീൻ, ഗോൾഡ്. അപ്പോൾ 4 കളേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് 4 ബാൻഡ് കളറിംഗ് കോഡാണ്. ദെൻ ഇതിന് ഓരോന്നിനും നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് കൊടുക്കുമ്പോൾ ബ്ലാക്കിന് 0, ബ്രൗണിന് 1, റെഡിന് 2, ഓറഞ്ചിന് 3, യെല്ലോയ്ക്ക് 4, ഗ്രീനിന് 5, ബ്ലൂവിന് 6, വയലറ്റിന് 7, വൈറ്റിന് 9, അതേപോലെ ഗ്രേക്ക് 8. ഇങ്ങനെയാണ് കൊടുക്കുക. കൊടുത്തിട്ട് ഇതിന്റെ കൂടെ നെക്സ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 2 ഡിജിറ്റ് ഈ നമ്പേഴ്സിന് തന്നെ ആയിരിക്കും എടുക്കുക. നെക്സ്റ്റ് തേർഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ആണ്. ഈ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ സെയിം പവർ 10⁻⁴, അതേപോലെ 10⁻⁴. ഏതാണോ ഈ ഡിജിറ്റ്സ് അത് തന്നെ 10⁻⁴ ആയിട്ട് കൊടുക്കുന്നു. 10⁻², 10⁻⁵. ഇത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പോ 10⁻⁵, 10⁻⁶, 10⁻⁷, 10⁻⁸, 10⁻⁹ ഇങ്ങനെ വരും. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഗോൾഡിനും സിൽവറിനും നമുക്ക് വരുന്നത് ഡിജിറ്റ് ഇല്ല. മൾട്ടിപ്ലയർ ആയിട്ട് വരുന്നത് 10⁻⁻1ഉം 10⁻⁻2 ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഗോൾഡ്, സിൽവർ, നോ കളറിന് നെക്സ്റ്റ് ഒരു ബാൻഡ് കൂടെ ഉണ്ട്. അതാണ് ടോളറൻസ്. ടോളറൻസ് എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ 5 ആണ്, സിൽവറിൻ്റെത് 10 ആണ്, അതേപോലെ നോ കളറിൻ്റെത് 20 ആണ്. ഓക്കെ, ഇത് ഇത്രയും ബേസിക് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ 5 ബാൻഡ് കളറിംഗ് കോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, 3, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇങ്ങനെ 5 എണ്ണം ഉണ്ടാവും. അപ്പൊ അതില് 1, 2, 3 എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരിക്കും? ഫസ്റ്റ് നമ്മുടെ ഈ ഡിജിറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും എടുക്കുക, ഈ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ 4 ബാൻഡിൽ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും മാത്രമാണ് ആ നമ്പേഴ്സ് ഇടുക. 3 എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ആയിടുക. ഇവിടെ 5 ബാൻഡ് ആവുമ്പം ഈ 3 ഡിജിറ്റും നമ്മൾ ഡിജിറ്റ് കൊടുക്കും. 4th ആണ് മൾട്ടിപ്ലയർ ആയിട്ട് കൊടുക്കുക. 5th എന്ത് ചെയ്യും? ടോളറൻസ് ആയിട്ട് കൊടുക്കും. അതേപോലെ 6 ബാൻഡ് കളറിംഗ് കോഡിലാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ 5th ബാൻഡ് പോലെ തന്നെ, പക്ഷെ ഒരു എക്സ്ട്രാ ഡിജിറ്റ് ഉണ്ടാവും, 6th ഡിജിറ്റ്. അതെന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ PSCക്ക് മുൻപ് ചോദിച്ചിട്ടുണ്ട് ഏത് കളർ കോഡിംഗ് സിസ്റ്റത്തിൽ എത്രാമത്തെ ഡിജിറ്റ് ആണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിനെ എന്ത് ചെയ്യുന്നത്, നോട്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 6th ഡിജിറ്റ് ആണ്. അത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് ബാക്ക് ടു ക്വസ്റ്റ്യൻ വരുമ്പോൾ യെല്ലോയുടെ കളർ കോഡിങ്ങിന്റെ ഡിജിറ്റ് ഏതാണ്? 4 ആണ്.
അത് കഴിഞ്ഞതിന് ശേഷം വയലറ്റിന്റെ കറസ്പോണ്ടിങ് ഏതാണ് 7 ആണ്. അതേപോലെ ഗ്രീനിന്റെ നെക്സ്റ്റ് മൾട്ടിപ്ലയർ ആണല്ലോ. ദെൻ ഗ്രീനിന്റെ മൾട്ടിപ്ലയർ നോക്കുക 10⁵ ആണ്. ദെൻ ഗോൾഡ് ഉണ്ട്. ഗോൾഡിന്റെ ടോളറൻസ് എന്താണ് 5% എന്നുള്ളതാണ്. ദെൻ ഇതിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. 4700 ഇൻറ്റു 10⁻³ എന്ന് എഴുതിക്കൂടെ, ±5%. അങ്ങനെ വരുമ്പോൾ 4700 കിലോ ഓം. ഈ 10⁻³ പകരം കിലോ കൊടുക്കാം. 4700 കിലോ ഓം ±50 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? നമ്മുടെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് 4700 കിലോ ഓം ±5% ആണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. പിന്നെ 4 ബാൻഡ് കളറിംഗ് സിസ്റ്റവും 5 ബാൻഡ് കളറിംഗ് സിസ്റ്റവും 6 ബാൻഡ് കളറിംഗ് സിസ്റ്റവും ഓർത്തിരിക്കുക. 6th ബാൻഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിനെ ആയിരിക്കും എന്നുകൂടെ ഓർത്തിരിക്കുക. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 12-volt battery of negligible internal resistance is connected across a parallel combination of 4 kilo ohm, 6 kilo ohm and 12 kilo ohm resistors. What is the power developed by the 4 kilo ohm resistor? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബാറ്ററി ഉണ്ട്, ഒരു ബാറ്ററി സപ്ലൈ വോൾട്ടേജ് ഉണ്ട്. അത് എത്രയാണ്? 12 വോൾട്ട് സപ്ലൈയിൽ എന്ത് ചെയ്തിരിക്കുന്നു? 3 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. 3 റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ 3 റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ എന്തൊക്കെയാണ്? 4 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്. ഓക്കെ. എന്നിട്ട് ഈ 4 കിലോ ഓം റെസിസ്റ്ററിന് എക്രോസ് ഉള്ള പവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ ഈ ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കേണ്ടത് പവർ എന്ന് പറയുന്ന ഒരു ഫാക്ടറിന്റെ ഇക്വേഷൻ ഏതൊക്കെയാണെന്ന് അറിയണം. പവറിന് 3 ഇക്വേഷൻസ് ആണുള്ളത്. പവർ ഈക്വൽ ടു V²/R എന്നുണ്ട്, അതേപോലെ I²R ഉണ്ട്, ദെൻ VI ഉണ്ട്. ഇവിടെ നമുക്ക് വോൾട്ടേജും ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. പിന്നെ ഇവിടെ 12 വോൾട്ട് സപ്ലൈ ആണെന്ന് പറയുന്നു. ഈ 12 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരലൽ സർക്യൂട്ട്സിലെ ഈ 3 ലീഡിലെയും വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും? സെയിം ആണ്. നമുക്കറിയാം പാരലൽ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അതേപോലെ സീരീസ് ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും, കറണ്ട് എന്ന് പറയുന്നത് സീരീസിൽ ഇങ്ങനെ ഒരു സീരീസ് കണക്ഷൻ ആണ് വരുന്നതെങ്കിൽ കറണ്ട് പോകുന്നത് സെയിം ആയിരിക്കും, പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ കറണ്ട് ഡിഫറൻ്റ് ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ സെയിം ആണ്. ഓക്കെ. സോ 12 വോൾട്ട് തന്നെയാണ് ഈ 3 റെസിസ്റ്റേഴ്സിനും അക്രോസ് ഉള്ളത്. നമുക്ക് അതുകൊണ്ട് എന്ത് പറയാം? നമുക്ക് ഇക്വേഷൻ P = V²/R ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V എന്ന് പറയുന്നത് 12 × 12 ഡിവൈഡഡ് ബൈ V² അല്ലേ, ദെൻ ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് 4 ആണ്. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാ കിട്ടുക? ഇവിടെ 3 വരും. 12 × 3 എന്ന് പറയുന്നത് 36 മില്ലി വാട്ട് എന്ന് പറയും. അതായത് ഇവിടെ 36 മില്ലി വാട്ട്, കാരണം റെസിസ്റ്റൻസ് കിലോ ഓമിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ട്? 4 × 10⁻³ ഉണ്ട്. ഈ 10⁻³ മുകളിലേക്ക് വരുമ്പോൾ 10⁻³ ആവും. ദെൻ അത് മില്ലി വാട്ട് ആവും. 36 മില്ലി വാട്ട് ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. 36 മില്ലി വാട്ട് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M of a coil is 3 Henry. The self-inductance of the coils are 4 Henry and 9 Henry respectively. What is the coefficient of coupling between the coils? Okay. ഇവിടെ പറഞ്ഞിരിക്കുന്നത് coefficient of coupling എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആണ്. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ K ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M ആണ്. K എന്ന് പറയുന്നത് coefficient of coupling ആണ്. L1 L2 എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളുക. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ ടു K × √L1 L2 എന്നാണ്. ഇതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് K ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? M ഡിവൈഡഡ് ബൈ √L1 L2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M തന്നിട്ടുണ്ട്, 3 ഹെൻറി ആണ്. അതേപോലെ സെൽഫ് ഇൻഡക്റ്റൻസ് ആയിട്ടുള്ള L1 ഉം L2 ഉം എന്തൊക്കെയാണ്? 4 ഹെൻറിയും 9 ഹെൻറിയാണ്. ഇത്രയും മതിയല്ലോ K കണ്ടുപിടിക്കാൻ. ദെൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 ഡിവൈഡഡ് ബൈ √4 × 9 that is equal to 3 divided by √36 എന്ന് വരും. √36 എന്താണ്? 6 ആണ്. ദെൻ 1/2 that is 0.5 എന്ന് കിട്ടും കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ആണ്. നമുക്ക് M പ്രൊപ്പോർഷണൽ ടു √L1 L2 ആണ്. അത് M = K × √L1 L2. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
What is the value of capacitance of a capacitor with a voltage of 3 volt and a charge of 15 കൂളം? ഇവിടെ ചാർജ് ക്യൂ തന്നിട്ടുണ്ട് 15 കൂളം. അതുപോലെ കപ്പാസിറ്റൻസിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്രയാണ്? 3 വോൾട്ട്. നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, Q ഈസ് ഈക്വൽ ടു CV. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? അതായത് നമ്മുടെ ചാർജ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റൻസ് ആണ്. ദെൻ Q/V ചെയ്താൽ മതി. Q ഇവിടെ എത്രയാണ്? 15 കൂളമാണ്. V എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഫാരഡ് എന്നുള്ളത് ആൻസർ കിട്ടും. കപ്പാസിറ്റൻസ് ഇവിടുത്തെ 5 ഫാരഡ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള Q ഈസ് ഈക്വൽ ടു CV ഇക്വേഷൻ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ ബി ആണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ, 5 ഫാരഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. എന്താണ് ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നതാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ്. എന്താണ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റൻസ് ആർ പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അതേപോലെ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് റോ എന്ന് പറയുന്നത്, L/A. അപ്പൊ ഇതാണ് റെസിസ്റ്റിവിറ്റി അഥവാ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അതെങ്ങനെ ഇക്വേഷൻ വരും? റോ എന്ന് പറഞ്ഞാൽ RA ഡിവൈഡഡ് ബൈ L. ഇതിൽ ആറിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. റെസിസ്റ്റൻസ് ഓം ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അപ്പൊ ഇതും ക്യാൻസൽ ആകുമ്പോൾ ഒരു മീറ്റർ വരും. ദെൻ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താവും? ഓം മീറ്റർ എന്നാവും. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് ഓം മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് അപ്പോൺ. നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റൻസിന്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് ടെമ്പറേച്ചറിന് ഉണ്ടാവുന്ന ചേഞ്ച് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമുക്ക് നോക്കാം നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. അത് കറക്റ്റ് ആണ്. നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഇല്ല, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് വോളിയം അതൊട്ടും ഇല്ല. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് വോളിയം അതും ഇല്ല, വോളിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ മാത്രമാണ് കറക്റ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാ ഉള്ളത്? ഓപ്ഷൻ സി ആണ്. ഓൺലി 1 എന്നുള്ളതാണ് ആൻസർ വരിക. കാരണം ഇവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതേപോലെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വേറൊരു കാര്യം, മെറ്റൽസ് അഥവാ കണ്ടക്ടേഴ്സിൽ എന്താണ് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അതായത് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. അതേപോലെ സെമി കണ്ടക്ടർ ഡിവൈസിലാണെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയും. ഓക്കെ, അതുകൂടെ ഓർത്ത് വെച്ചേക്കാം. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നേച്ചർ ഓഫ് മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മെറ്റൽ ആണോ, സെമി കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ എന്നുള്ളതും പിന്നെ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ റെസിസ്റ്റർ കളർ കോഡിംഗ് ഇഫ് ദ തേർഡ് ബാൻഡ് ഈസ് ഗോൾഡ് ഇറ്റ് റെപ്രസെന്റ് എ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു കളർ കോഡിംഗ് എങ്ങനെയാണെന്ന്. അതിൽ നമ്മൾ പറഞ്ഞു ഗോൾഡ്, സിൽവർ, നോ കളർ. ഇവിടെ തേർഡ് ബാൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ബാൻഡ് ആൻഡ് സെക്കൻഡ് ബാൻഡ് എന്ന് പറയുന്നത് ഡിജിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. തേർഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൾട്ടിപ്ലയറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫോർത്ത് ബാൻഡ് എന്ന് പറയുന്നതാണ് ടോളറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഗോൾഡിന്റെ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താന്ന് അന്നേരം പറഞ്ഞിരുന്നു, 10⁻⁻1 ആണ്. അതേപോലെ സിൽവറിന്റേത് 10⁻⁻2 ആണ്. അപ്പൊ ഗോൾഡിന്റെ എന്താണ്? 10⁻⁻1 ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഗോൾഡ് ആണ്. 10⁻⁻1 എന്ന് പറഞ്ഞാൽ 1/10 ദാറ്റ് ഈസ് 0.1 ആണ്. ദെൻ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. വേറെ ഏതെങ്കിലും കളേഴ്സ് ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ഈ അതേ ലെറ്റേഴ്സ് കറക്റ്റ് ആയിട്ട് എഴുതുക. എന്നിട്ട് അതിന്റെ ഡിജിറ്റ്സ് എഴുതുക. ഡിജിറ്റ്സ് 0, 1, 2, 3 ഇങ്ങനെ വരുമല്ലോ. എന്നിട്ട് അതിന്റെ
മൾട്ടിപ്ലയർ എങ്ങനെ എഴുതുക? 10⁻0, 10⁻1, 10⁻2, 10⁻3. അതായത് ഇപ്പൊ റെഡിന്റെ ആണ് ഇവിടെ ചോദിച്ചിരുന്നതെങ്കിൽ നമുക്കത് എന്ത് പറയായിരുന്നു? 100 ആണെന്ന് പറയായിരുന്നു. അതേപോലെ ഗോൾഡിന്റെ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെത് 10⁻1 ആയതുകൊണ്ട് 0.1 ആൻസർ വന്നു. ഓക്കെ, ഇത് എങ്ങനെ ഏത് കളർ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. അതിന് നമ്മുടെ ആ കളർ കോഡിങ്ങിന്റെ ടേബിൾ അങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെക്കാണ്ട് വേണ്ടത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പൈൻഡ് ഓർ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ സർക്യൂട്ട്. കുറച്ച് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഒരു പ്രോപ്പർട്ടി എന്താണെന്നുള്ളതാ ചോദിച്ചിരിക്കുന്നത്. ലെസ് ദാൻ ദ ലീസ്റ്റ് എമംഗ് ദം. കറക്റ്റ് ആണ്. കാരണം പാരലൽ ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ അതിലെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ്, അതായത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ 12 ohm resistor, 24 ohm resistor and 32 ohm resistor and 4 ohm resistor are connected in parallel എന്ന് ചോദിച്ചിട്ട് ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്നും ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് 4-നേക്കാൾ ചെറുതായ ഒരു വാല്യൂ, ലെസ് ദാൻ 4 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതായിരിക്കും അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ്. കാരണം ഇത് എക്സാമ്പിൾ പറഞ്ഞതാണ്. 4 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ അതിലെ ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹയർ ദാൻ ഹയസ്റ്റ് എമംഗ് ദം. അതായത് ഈ 4 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടായിരുന്നു കണക്ട് ചെയ്തിരുന്നതെങ്കിൽ ഇതിലെ ഏറ്റവും ഹയർ വാല്യൂ ഏതാണ്? 32 ohm ആണ്. അപ്പോൾ ഇതിനേക്കാൾ ഹയർ ആയിട്ടുള്ള വാല്യൂ മാത്രമേ ആ സീരീസ് കോമ്പിനേഷന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസിന് വരുള്ളൂ. ഈ 2 ഫാക്ടേഴ്സ് ഓർത്തിരിക്കുക. സീരീസിൽ ഹയർ ദാൻ ഹയസ്റ്റ് എമംഗ് ദം ആണ്, അതേപോലെ പാരലലില് ലെസ് ദാൻ ലീസ്റ്റ് എമംഗ്സ് ദം ആണ്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെറാമിക് കപ്പാസിറ്റർ ഹാസ് എ അപ്രോക്സിമേറ്റ് കപ്പാസിറ്റൻസ് റേഞ്ച്. ഇത് നമ്മുടെ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സെറാമിക് കപ്പാസിറ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെറാമിക് പ്ലേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കപ്പാസിറ്റർ, അതിന്റെ മുകളിൽ വാല്യൂസ് എഴുതിയിട്ടുണ്ടാവും. ആ കപ്പാസിറ്റൻസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 നാനോ ഫാരഡ് ടു 1 മൈക്രോ ഫാരഡ് ആണ്. ഓപ്ഷനിൽ അതിന് സിമിലർ ആയിട്ട് ഇല്ലാത്തത് കൊണ്ടാവാം PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ഇത് ഓർത്ത് വെച്ചിരിക്കുക. 1 നാനോ ഫാരഡ് ടു 1 മൈക്രോ ഫാരഡ് റേഞ്ച് ആയിരിക്കും. ഇതൊരു നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ്. ഇതിന് പൊളാരിറ്റി ഇല്ല. അതേപോലെ തന്നെ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോ മാക്സിമം റേറ്റഡ് വോൾട്ടേജ് ആയിരിക്കും ഈ സെറാമിക് കപ്പാസിറ്ററിന്. പിന്നെ മൾട്ടി ലെയർ സെറാമിക് കപ്പാസിറ്റർ MLCC എന്ന് പറയുന്നത് സർഫസ് മൗണ്ട് ഡിവൈസസിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, MLCC എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഓർത്ത് വെച്ചേക്കാം. സർഫസ് മൗണ്ട് ഡിവൈസസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സോ ഓപ്ഷനിൽ ആൻസർ ഇല്ല. 1 നാനോ ഫാരഡ് ടു 1 മൈക്രോ ഫാരഡ് ആണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 ഈക്വൽ കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ഹാവ് റിസൾട്ടന്റ് ഓഫ് 4 മൈക്രോ ഫാരഡ്. വെൻ ദീസ് connected in parallel and changed to 400 volt DC supply, then the total energy stored. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ആണ്. നമുക്ക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിനെ U എന്ന് റെപ്രസെന്റ് ചെയ്താൽ അതിന്റെ ഇക്വേഷൻസ് ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഹാഫ് CV² എന്നുണ്ട്, അതേപോലെ തന്നെ ഹാഫ് Q²/C എന്നുണ്ട്, അതേപോലെ ഹാഫ് QV എന്നുണ്ട്. ഈ 3 ഇക്വേഷനും ബൈഹാർട്ട് ചെയ്ത് വെച്ചോളാം. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിന് എവിടെ കണ്ടാലും ഇതിലേതെങ്കിലും ഒന്നാവാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു 5 ഈക്വൽ കപ്പാസിറ്റേഴ്സ് ആണ്. ഇവിടെ നമുക്കറിയാം കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. റെസിസ്റ്റൻസ് സീരീസ് ആവുമ്പോൾ എന്തായിരുന്നു? അത് R1 + R2 + R3 എക്സെട്ര അങ്ങനെയാണ് എഴുതേണ്ടത്. അതേപോലെ റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ നമുക്ക് റെസിപ്രോക്കൽ 1/R1 + 1/R2 + 1/R3 അങ്ങനെ വരുമ്പോൾ ഇവിടെയും 1/R equivalent ആണ് 1/R1 + R2. ഇത് നേരെ തിരിയും കപ്പാസിറ്റൻസിന്റെ കേസിൽ. കപ്പാസിറ്റൻസ് പാരലൽ ആണെങ്കിലാണ് C = C1 + C2 + C3 + എക്സെട്ര എന്ന് പറയുന്നത്. ഇവിടെ സീരീസ് ആയിട്ടുള്ള കേസാ പറഞ്ഞിരിക്കുന്നത്. സീരീസ് ആയിട്ടുള്ള കേസ് ആവുമ്പോൾ എന്തായിരിക്കും വരിക? 1/C1 + 1/C2 + 1/C3 എക്സെട്ര എന്നായിരിക്കും പറയുക. ഇത് പാരലൽ കണക്ഷന്റെ കേസാണ്. സീരീസ് കണക്ഷന്റെ കേസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ n. ഇത് എപ്പോഴാണ് കറക്റ്റ് ആവുക? നമ്മുടെ കപ്പാസിറ്റൻസ് എല്ലാം ഈക്വൽ ആണെന്ന് പറയുന്ന കണ്ടീഷനിലാണ് ഇത് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ എന്തുണ്ട്? എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 5 ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സീരീസ് കണക്ഷൻ ആണ്. സോ ഈ ഇക്വേഷൻ ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. നമ്മൾ ആ
ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ CS is equal to C/5 എന്ന് വരും. ദെൻ ഇവിടെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്താണ്? 4 മൈക്രോ ഫാരഡ് ആണ്. 4 × 10⁻⁻6 is equal to C/5. ഇവിടെ C എന്ത് കിട്ടും? 20 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. ഓക്കെ, 20 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കപ്പാസിറ്റൻസ്, ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കിട്ടി. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു സീരീസ് കോമ്പിനേഷനിൽ കൊടുത്തു ആദ്യം. അത് കഴിഞ്ഞ ശേഷം വെൻ ദീസ് കണക്റ്റഡ് ഇൻ പാരലൽ ആയിട്ട് കൊടുത്താൽ എന്താ വരിക? സി പാരലിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മളിവിടെ പറഞ്ഞു സി പാരൽ എന്ന് പറഞ്ഞാൽ NC ആയിരിക്കും. ഇവിടെ N എന്ന് പറഞ്ഞാൽ 5 ആണ്, C എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ സി പാരൽ എന്ന് പറയുന്നത് 20 × N എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. ദെൻ 100 മൈക്രോ ഫാരഡ് എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് സിയും കിട്ടി. അതേപോലെ വോൾട്ടേജ് ഇവിടെ തന്നിട്ടുണ്ട് 400 DC. സോ നമുക്ക് ഈ ഇക്വേഷൻ U is equal to half CV². U is equal to half CV² ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഹാഫ് ഇൻറ്റു C എന്ന് പറയുന്നത് 100 മൈക്രോ ഫാരഡ് ഇൻറ്റു C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മൈക്രോ ഫാരഡ് ആണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 400 ആണ്. ദെൻ 400² എന്ന് പറയുമ്പോൾ 400 × 400. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം 8 ജൂൾ എന്നാണ് ആൻസർ വരിക. സോൾവ് ചെയ്ത് നോക്കുക. ഇത് 8 ജൂൾ എന്ന ആൻസർ വരും. അത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഇക്വേഷൻസ് എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്റേഴ്സിന്റെ ഈ 3 ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു എങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ, അതേപോലെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എന്തായിരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. അത് മാത്രമല്ല ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് NC എന്നും അതേപോലെ C/N എന്നും സീരീസിന്റെയും പാരലൽ കണക്ഷന്റെയും കേസിൽ പറയാൻ പറ്റും. അതും ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ, 8 ജൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two coil each having an inductance of 250 microhenry have combined inductance of 550 microhenry when connected series aiding and 450 microhenry when connected series opposing. Find the mutual inductance. ഇവിടെ രണ്ട് കേസ് പറയുന്നുണ്ട്. രണ്ട് ഇൻഡക്റ്റൻസ് സീരീസ് ആയിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുക. ഇവിടെയും അടുത്ത കേസിലും സീരീസ് ആയിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുക. ഇവിടെ എന്ത് പറയുന്നു? എയ്ഡിങ് എന്ന് പറയുന്നു. എയ്ഡിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാ വരിക. ഒപ്പോസിങ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലായിട്ടായിരിക്കും ഫ്ലക്സ് വരിക. എന്നിട്ട് തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എയ്ഡിങ്ങിന്റെ കേസിൽ ഇക്വേഷൻ എന്താ വരിക? ടോട്ടൽ ഇക്വലന്റ് ഇൻഡക്റ്റൻസ് ഇസ് ഈക്വൽ ടു L1 + L2 + 2M ആയിരിക്കും. ഇവിടെ M മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, L1 L2 എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. അതുപോലെ ഒപ്പോസിങ്ങിന്റെ കേസിൽ L1 + L2 - 2M എന്നാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആ തന്നിരിക്കുന്നത് ഈ ഇക്വേഷനിലോട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 250 ഹെൻറി ആണ് എന്ത് പറയുന്നു? രണ്ട് ഇൻഡക്റ്റൻസിന്റെയും സെൽഫ് ഇൻഡക്റ്റൻസ്. ദെൻ 250 + 250 + 2M മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു 550 എന്ന് തന്നിട്ടുണ്ട്. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക. ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ 250 + 250 - 2M എന്ന് തന്നിട്ടുണ്ട്. അത് ഇക്വേഷൻ 450. അത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1ൽ നിന്നും ഇക്വേഷൻ 2 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഇത് പോവും, ഇത് പോവും. 2M - 2M ആവുമ്പോൾ 2M + 2M 4M is equal to 550 എന്ന് 450 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? 100 കിട്ടും. ദെൻ M equal to 100/4 that is equal to 25 മൈക്രോ ഹെൻറി എന്ന് കിട്ടും. ഓക്കെ, ഇതിന്റെ വാല്യൂസ് മൈക്രോ ഹെൻറിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നതും മൈക്രോ ഹെൻറിയിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ 25 മൈക്രോ ഹെൻറി. ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ AD എന്ന കേസിലെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളാം. അതേപോലെ ഒപ്പോസ് ചെയ്യുന്ന കേസിലെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളാം. അത് രണ്ടും തന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റെസിസ്റ്റർ ഹാസ് കളർ കോഡ് ബാൻഡ്സ് ബ്രൗൺ, ബ്ലാക്ക്, ഗ്രീൻ, ഗോൾഡ്. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത പോലെ ബ്രൗണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? 1 ആണ്. ബ്ലാക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 0 ആണ്. നെക്സ്റ്റ് മൾട്ടിപ്ലയർ ആണ്. ഗ്രീനിന് കറസ്പോണ്ടിങ്, ഗ്രീൻ എന്ന് പറയുന്നത് നമ്പർ ഡിജിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് 5 ആണ്. സോ മൾട്ടിപ്ലയർ 10⁻5 വരും. ഗോൾഡ് എന്ന് പറയുന്നത് ടോളറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഗോൾഡ് 5 ആണ്. ഓക്കെ, അപ്പോ എന്ത് പറയും? 10 × 10⁻5 ± 5 എന്നാണ് വരിക. 5% എന്നാണ് വരിക. അപ്പോൾ 10 × ഈ ഇവിടുന്ന് 2 സീറോസ് അങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1000 കിലോ ഓം ± 10% എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, കളർ കോഡിങ് എന്ന് പറയുന്നത് അപ്പൊ എത്ര വരും?
1000 കിലോ ഓം പ്ലസ് ഓ മൈനസ് 10 വരും. ഇവിടെ അത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. 1000 കിലോ ഓം പ്ലസ് ഓ മൈനസ് 10 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ പാരലൽ സർക്യൂട്ട്സ് ഓൾ കമ്പോണന്റ് മസ്റ്റ് ഹാവ് ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദം. ആണോ? അതെ, കറക്റ്റ് ആണ്. ഹാവ് ഡിഫറൻഷ്യൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല. ഹാവ് ഹൈ റെസിസ്റ്റൻസ് അത് പറയാൻ പറ്റില്ല. അതേപോലെ ക്യാരി സെയിം കറണ്ട് അല്ല. പാരലൽ സർക്യൂട്ടിൽ ക്യാരി സെയിം കറണ്ട് ആണോ? അല്ല. സീരീസ് സർക്യൂട്ടിലാണെങ്കിൽ എന്തായിരുന്നേനെ? നമ്മുടെ ക്യാരീസ് സെയിം കറണ്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആയേനെ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. പാരലൽ സർക്യൂട്ട്സിൽ നമ്മൾ ഓർത്തിരിക്കുക എപ്പോഴും നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. അതേപോലെ തന്നെ കറണ്ട് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, സീരീസ് ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അതേപോലെ കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ഈ ഫാക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളാം. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് അക്രോസ് 2 പോയിന്റ്സ് ഈസ് കോൾഡ്. എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വേറെ നെയിം എന്താണ്? വോൾട്ടേജ് എന്നാണ്. അതായത് രണ്ട് സ്പെസിഫിക് പോയിന്റിന്റെ എന്താണ് വോൾട്ടേജ് അക്രോസ് ഈ 2 പോയിന്റ്സ്, 2 പോയിന്റ്സിന് അക്രോസ് ഉള്ള ഈ വോൾട്ടേജിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമുക്കറിയാം കറണ്ട് പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുന്ന വി ഈക്വൽ ടു ആർ ഐ എന്ന് പറയും. അതായത് ഇത് പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്ന കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ്. ഒപ്പോസിഷൻ ടു കറണ്ട് ആണ് എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് ഡിഫറൻസ്, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ഇലക്ട്രിക്കൽ പ്രഷർ ദാറ്റ് ഡ്രൈവ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്. ഈ 2 പോയിന്റിന് ഇടയിലുള്ള ഈ ഒരു എന്താണ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജിനെ ഡ്രൈവ് ചെയ്യുന്ന എന്താണ് ഒരു പ്രഷർ എന്ന് പറയുന്നതാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഇതിനെ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ വോൾട്ടേജ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊണ്ട് അതുകൂടെ ഓർത്ത് വെച്ചേക്കാം. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of flux created in that material to the flux created in air. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അതിന്റെ കറക്റ്റ് വേർഡ് എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എന്തായിരിക്കും? റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ ഇക്വേഷൻ ആണ്. മാത്രമല്ല ഫ്രീ സ്പേസിലെ പെർമിയബിലിറ്റി മ്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4π × 10⁻⁻⁷ ഹെൻറി പെർ മീറ്റർ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എന്താണ്? 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ മ്യൂ 0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ ഇതാണ്. മാത്രമല്ല റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം ഡിവൈഡഡ് ബൈ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് or device to oppose any change in magnitude of current flow in a circuit is called inductance ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ റെസിസ്റ്റൻസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒപ്പോസ് കറണ്ട് ഇറ്റ്സെൽഫ് ആണ്. അതായത് നമ്മൾ കറണ്ടിനെയാണ് എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ഒപ്പോസ് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ കറണ്ട് എന്നാണോ? അല്ല. എന്താണ്? ഒപ്പോസ് എനി ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്നാണ്. ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ടിനെ റെസിസ്റ്റൻസ് ഒരിക്കലും ഒപ്പോസ് ചെയ്യുന്നില്ല. അത് ഇൻഡക്റ്റൻസ് ആണ്. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ദാറ്റ് ഒപ്പോസസ് എ ചേഞ്ച് ഇൻ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ബൈ ജനറേറ്റിംഗ് എ ബാക്ക് EMF. ഓക്കെ, അതാണ് എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ്. അപ്പൊ ആദ്യം ഓപ്ഷൻ എ എന്ന് പറയുന്ന റെസിസ്റ്റൻസിലേക്ക് ആരും പോകാൻ പാടില്ല. ഇൻഡക്റ്റൻസ് തന്നെയാണ് റൈറ്റ് ആൻസർ. ഇവിടെ എനി ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് ഇല്ലായിരുന്നു. ഒപ്പോസസ് കറണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് പറയായിരുന്നു. കപ്പാസിറ്റൻസ് എന്താണ്? ഒപ്പോസസ് ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണ്. ചേഞ്ച് ഇൻ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്നത് എന്താണ്? കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, അതെന്തല്ല? കറണ്ടിനെ അല്ല. അതുകൊണ്ട് ഇതല്ല. ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഒപ്പോസിഷൻ ആണ്. റെസിസ്റ്റൻസിനും അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസിനും ഒക്കെ ഒപ്പോസിഷൻ ആണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്, ആപ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ ബി ഇൻഡക്റ്റൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഇൻഡക്ടർ സ്റ്റോർസ് ആൻ എനർജി ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദ കറന്റ്. ദ എനർജി ഈസ് എക്സ്പ്രസ്ഡ് ആസ്.
എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഈ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. W ഈക്വൽ ടു ഹാഫ് ഇൻറ്റു LI² ആണ്. ഇവിടെ L എന്താണ്? ഇൻഡക്റ്റൻസ് ആണ്. I എന്ന് പറയുന്നത് കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരിക. W ഈക്വൽ ടു എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഹാഫ് LI². Okay, so option A is the right answer. Next question, which of the following statement is or are correct about resistance offered by a conductor depends? Okay, റെസിസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. റെസിസ്റ്റൻസ് വേരീസ് ഡയറക്ട്ലി വിത്ത് ലെങ്ത്. കറക്റ്റ് അല്ലേ? അതെ. റെസിസ്റ്റൻസ് വേരീസ് ബൈ ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ. അതും കറക്റ്റ് ആണ്. എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലേ? റെസിസ്റ്റൻസ് വേരീസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് കറക്റ്റ് തന്നെയാണ്. അടുത്തത് റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ വിത്ത് വിച്ച് ഇറ്റ് ഈസ് മെയ്ഡ്. അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല. കാരണം R പ്രൊപ്പോർഷണൽ ടു L/A എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് റോ എന്ന് പറയുന്നത്, L/A. ഈ റോ എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് കറക്റ്റ് അല്ല. 1ഉം 2ഉം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാ ഉള്ളത്? ഓൺലി 1 and 2. ഓപ്ഷൻ എ ആണ്. ഇത് റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് ലെങ്തിനനുസരിച്ച് വേരി ചെയ്യുന്നു, അതേപോലെ ക്രോസ് സെക്ഷണൽ ഏരിയക്ക് അനുസരിച്ചിട്ടും വേരി ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ കേസ് ഓഫ് പാരലൽ സർക്യൂട്ട്? ഒരു പാരലൽ സർക്യൂട്ടിന്റെ കേസിൽ നമ്മൾ എന്താണ് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു പാരലൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ റെസിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പാരലൽ, കപ്പാസിറ്റർ ആണ് കൺസിഡർ ചെയ്യുമെങ്കിൽ അങ്ങനെ. എങ്ങനെയായാലും ദ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് സെയിം അക്രോസ് ഈച്ച് ബ്രാഞ്ച്. അപ്ലൈഡ് വോൾട്ടേജ് എന്തായിരിക്കും എന്നാ പറയുന്നത്? ഈച്ച് ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും എന്നാ പറയുന്നത്. അത് കറക്റ്റ് ആണ്. അതുപോലെ റെസിപ്രോക്കൽ ഓഫ് ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അതും കറക്റ്റ് ആണ്. 1/R ഇക്വലന്റ് എന്ന് പറയുന്നത് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് എക്സെട്ര എന്നാണ്. അപ്പോൾ ഇതും കറക്റ്റ് ആണ്. The resultant resistance is less than the smallest resistance of parallel combination. നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യന് പറഞ്ഞിരുന്നു, റിസൾട്ടന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതും കറക്റ്റ് ആണ്. സോ 3ഉം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ദാറ്റ് റിക്വയർസ് 0.9 കൂളം ടു ചാർജ് ഇറ്റ് ടു 30 വോൾട്ട്? ഇവിടെ വോൾട്ടേജ് 13 തന്നിട്ടുണ്ട്, അതേപോലെ ചാർജ് Q തന്നിട്ടുണ്ട് 0.9 C എന്ന് പറയുന്നത്. ഓക്കെ, ചാർജ് 0.9 കൂളം, വോൾട്ട് 30 വോൾട്ട്. Q ഈസ് ഈക്വൽ ടു CV ആണ്. ദെൻ C ഈക്വൽ ടു Q/V ആണ്. C കണ്ടുപിടിക്കാൻ Q എന്ന് പറയുന്നത് 0.9 ഡിവൈഡഡ് ബൈ 30 ആണ്. ദെൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 9 ഡിവൈഡഡ് ബൈ 300 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് 0.03 ഫാരഡ് എന്ന് വരും നമ്മുടെ ഈ കപ്പാസിറ്റൻസിന്റെ വാല്യൂ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക, 0.03 ഫാരഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the capacitance of a capacitor is not determined by. Capacitance of the capacitor is not determined by എന്നാ ചോദിച്ചേക്കുന്നത്. ഈ ഇക്വേഷൻ എന്താണ്? C is equal to epsilon A/D എന്നുള്ളതാണ് ഒരു കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്സിലോൺ എന്ന് പറയുന്നത് അതിന്റെ ടൈപ്പ് ഓഫ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. ഏത് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണോ യൂസ് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? എപ്സിലോൺ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് അത് നമ്മുടെ കപ്പാസിറ്റൻസ് വാല്യൂവിനെ ഇതുകൊണ്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് പറ്റുമോ? അതും പറ്റും. കാരണം എന്താണ്? ഈ D എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് കപ്പാസിറ്റൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഏരിയ ഓഫ് പ്ലേറ്റ് പറ്റുമല്ലോ. ഇവിടെ ഇത് കൊടുത്തിരിക്കുന്ന A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. പിന്നെ നോക്കേണ്ടത് മെറ്റീരിയൽ ഓഫ് പ്ലേറ്റ്. പ്ലേറ്റ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്യുമോ? ഇല്ല. പക്ഷെ എന്ത് ഡിപ്പെൻഡ് ചെയ്യും? ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഏതാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ മെറ്റീരിയൽ ഓഫ് പ്ലേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇവിടെ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. മെറ്റീരിയൽ ഓഫ് ദ പ്ലേറ്റ് ആണ് കറക്റ്റ് ആൻസർ വരിക. സോ ഓപ്ഷൻ ബി ഈസ് റൈറ്റ്.
നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.